നല്ല ചൂട് ദോശയും അതിൻ്റെ കൂടെ തക്കാളി ചട്നിയും കഴിച്ചിട്ടുണ്ടോ? എങ്കിലൊന്ന് കഴിച്ച് നോക്ക്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റിൽ അതേ രുചിയിൽ വീട്ടിൽ തക്കാളി ചട്നി ഉണ്ടാക്കിയാലോ? മുമ്പൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ചട്നി എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് യൂട്യൂബിലൊക്കെ വന്നതുകൊണ്ട് നമ്മളിപ്പോൾ വീട്ടിലും ഇത് എളുപ്പമായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട റെസിപ്പി എന്ന് പറയുകയാണെങ്കിൽ തക്കാളി, അതേപോലെ വലിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താം. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു സവാള കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സവാളയും ഒരു തക്കാളിയും, 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും അതേപോലെ കട്ട് ചെയ്തിട്ടുള്ള സവാളയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെന്ത് ചെയ്യാം, നല്ലതുപോലെ ഉപ്പ് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ നല്ല പേസ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് വഴന്ന് വരണമെന്നില്ല, എങ്കിലും ഇതിൻ്റെ ഒരു പച്ച ചുവക്ക് മാറി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു ചട്നി നമ്മൾ ദോശൻ്റെ കൂടെയാണ് കേട്ടോ കൂടുതലായിട്ട് കഴിക്കുക. നമ്മൾ ഉഴുന്ന ദോശൻ്റെ കൂടെ ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ പറയണ്ട, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ശരവണ റെസ്റ്റോറൻറ്റിലൊക്കെ ഒരു സ്പെഷ്യൽ ചട്നി ആയിരുന്നു ഇത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ വിചാരിക്കും ഇതെങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വന്ന് എല്ലാവരും ഈ ഒരു ചട്നി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയുള്ളൊരു പണിയുമില്ല, വളരെ എളുപ്പമാണ്. പിന്നെ നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, തക്കാളി ചേർത്ത് കൊടുക്കാം. രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ലേറ്റാക്കുക ചെയ്താൽ ഈ ഒരു ചട്നി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും, അതേപോലത്തെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്, അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി വഴന്ന് കിട്ടും കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താം. പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ, കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാം. പഞ്ചസാര വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഈ ഒരു ചട്നീൻ്റെ ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ചെറിയൊരു മധുരവും എരിവും പുളിപ്പും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ്. എങ്കിലും മധുരം ഒരുപാടൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ മസാലപ്പൊടിയായിട്ട് മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണക്ക് മാറിയതിന് ശേഷം ചൂടാറിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല പോലെ വഴന്ന് വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും കൂടും. അപ്പോൾ ചിലർ പറയുന്നതൊക്കെ അധികം വഴന്ന് കിട്ടുന്നുണ്ടാകുന്നത്, പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ നല്ല പോലെ വഴന്നതിന് ശേഷം മാത്രമേ ഇത് അരച്ചെടുക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ വഴന്നിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയ ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഇതിലപ്പം വെള്ളവും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ നമ്മൾ വഴറ്റിയത് കൊണ്ട് തന്നെ നമുക്കല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ വെള്ളം. അപ്പോൾ നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ കഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറുത്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കടുക് വറുക്കാതെയാണ് കഴിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദോശേനെ കൂടി ഈ ചട്നി ഉണ്ടെങ്കിൽ വേറെ ലെവലാ മക്കളെ. എല്ലാവരും ഈ റെസിപ്പി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെല്ലൈക്കൻ അടിക്കുകയും ചെയ്യണം. ബൈ ബൈ. അപ്പോൾ നിങ്ങളുടെ തേങ്ങ ചിരവാനൊക്കെ മടിയുള്ള കൂട്ടുകാരുണ്ടാവില്ലേ, അവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്യണേ. അപ്പോൾ എല്ലാവരും ചട്നി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.